നമസ്തേ. എപ്പോഴാണ് നിങ്ങൾക്ക് മോട്ടിവേഷൻ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്? ഒന്ന് ചിന്തിച്ച് നോക്കുക. പുറത്തുനിന്ന് എന്നുള്ള വാക്ക് വളരെ പ്രധാനമാണ്. പുറത്തുനിന്നുള്ള ഒരു പിന്തുണ, ഒരു സപ്പോർട്ട്, ഒരു പുഷ് അല്ലെങ്കിൽ ഒരു ബൂസ്റ്റ് എന്നൊക്കെ പല ആളുകളും പറയാറുണ്ട്. എനിക്ക് യാതൊരു സപ്പോർട്ട് കിട്ടിയില്ല എന്നൊക്കെ ആളുകൾ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള പ്രവൃത്തിയുമായിട്ട് നമ്മുടെ ഉള്ളിൽ ഭിന്നതയുണ്ടാകുന്ന സമയത്താണ് നമുക്ക് പുറത്തുനിന്ന് മോട്ടിവേഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഉള്ളിലെ കാര്യം, നിങ്ങളുടെ ഈ ആയിരിക്കുന്ന കർമ്മം, ഈ ലോകത്തിലെ കാര്യങ്ങൾ, നിങ്ങളുടെ ആത്മാവ് ഒക്കെ അലൈൻമെൻറ്റിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് മോട്ടിവേഷൻ ആവശ്യമില്ല. മോട്ടിവേഷൻ ടെമ്പററിയാണ്, അത് വരും പോകും. ബട്ട് വൺസ് ഞാൻ ഈ പറയുന്ന അലൈൻമെൻറ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള പർപ്പസ്, അതിൻ്റെ ഒരു ഫീലിംഗ് നമുക്ക് കിട്ടും. നമുക്കൊരു എക്സ്റ്റേണൽ മോട്ടിവേഷൻ ഇല്ലാതെ ഉള്ളിൽ നിന്ന് ഇൻട്രിൻസിക് മോട്ടിവേഷൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കൂടുതൽ കർമ്മം ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഒരു ചിത്രം സങ്കല്പിക്കുക. ഒരു കഴുതയുടെ പുറത്ത് ഒരാൾ ഇരിക്കുകയാണ്. അയാളുടെ കയ്യിലൊരു വടിയുണ്ട്. ആ വടിയുടെ അറ്റത്ത് ഒരു കാരറ്റ് കെട്ടി തൂക്കിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഈ ചിത്രം കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ കാരറ്റ് ഇപ്പോൾ കിട്ടും എന്ന് വിചാരിച്ചുകൊണ്ട് കഴുത മുന്നോട്ട് നടക്കുകയാണ്. എന്നാൽ അതിൻ്റെ തൊട്ടപ്പുറത്ത് മറ്റൊരു കഴുത ചിന്തിക്കുന്നത്, എനിക്ക് ഇന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ളൊരു തോട്ടമുണ്ട്, അല്ലെങ്കിൽ മനോഹരമായിട്ടുള്ള എനിക്ക് ഭക്ഷണം ആവശ്യമുള്ളൊരു സ്ഥലമുണ്ട്, അതെനിക്ക് ലഭിക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് മോട്ടിവേഷൻ, മറ്റേതിൻ്റെ പുറത്താണ് മോട്ടിവേഷൻ. ഇത് തന്നെയാണ് ഈ അലൈൻമെൻറ്റും ഉൾഭിന്നത ഇല്ലാത്തതായിട്ടുള്ള ആ ഒരവസ്ഥ, അലൈൻഡ് ആയിട്ടുള്ള ഒരവസ്ഥയും, അല്ലെങ്കിൽ പുറത്തുനിന്ന് മോട്ടിവേഷൻ വേണ്ടതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള കർമ്മത്തെ കണ്ടെത്താത്ത ആ ഒരു അനിശ്ചിതമായിട്ടുള്ള, ആ ഒരു ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള അവസ്ഥയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ വഴി ശരിയാണ് എന്നുള്ള ഒരു ചിന്തയുണ്ടെങ്കിൽ ഈ എഫേർട്ട് എന്ന് പറയുന്നത് നാച്ചുറലായിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് മാറുകയാണ്. എഫേർട്ട് ഫീൽസ് നാച്ചുറൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം ഒരു ചുമതല പോലെ നമുക്ക് തോന്നുന്നില്ല, മറിച്ച് നമുക്കൊരു ഫ്ലോ പോലെയാണ് തോന്നുന്നത്. അലൈൻമെന്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസിനെ റിമൂവ് ചെയ്യുന്നതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സ്, നമ്മുടെ ഊർജം, ഇത് രണ്ടും ഒരേ ദിശയിലേക്കായിരിക്കുന്ന ആ ഒരു അവസ്ഥ തന്നെയാണ് അലൈൻമെന്റ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ടാവില്ല, കാര്യങ്ങൾ വളരെ സ്മൂത്തായിട്ട് നടന്നു പോകും, അല്ലെങ്കിൽ തടസ്സങ്ങളില്ലാതെ ഫ്ലോ ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്കുണ്ടാവുകയാണ്. ഇങ്ങനെ ശരിയായിട്ടുള്ള ഡയറക്ഷനിലൂടെ പോകുന്ന സമയത്ത് നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടാകും എന്നുള്ളതാണ്. പുറത്തുനിന്ന് പ്രത്യേകിച്ച് പ്രചോദനമൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ വളരെ കാമായിട്ടുള്ള ക്ലാരിറ്റി ഉണ്ടാകും എന്നുള്ളതാണ്. അതിനനുസരിച്ച് നമ്മൾ കർമ്മം ഒഴുക്കോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കും. പലപ്പോഴും ഒരാൾ ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഫോഴ്സ് ചെയ്യുന്ന സമയത്ത് നമുക്കതിനെ ഫോഴ്സ്ഡ് ഗോൾസ് എന്ന് പറയാം. അത്തരത്തിലുള്ള ഫോഴ്സ്ഡ് ആയിട്ടുള്ള ഗോൾസ് ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കൂടുതൽ എനർജി ഡ്രെയിൻ ആകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ മേധാവി ഇങ്ങനെ പറയും, മാനേജർ ഇങ്ങനെ പറയും, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണർ ഇങ്ങനെ ഒരു ടാർഗറ്റ് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് കൂടുതൽ എനർജി, എഫേർട്ട്, ടെൻഷൻ, സ്ട്രെസ് ഒക്കെ ഇടേണ്ടതായിട്ട് വരികയാണ്. ഫ്ലോ നമുക്ക് നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ മറ്റുള്ളവരുടെ ലക്ഷ്യം പിന്തുടരുന്ന സമയത്താണ് നമുക്ക് മോട്ടിവേഷൻ ആവശ്യമായിട്ട് വരുന്നത്. എന്നാൽ നിങ്ങളുടെ വഴിയിൽ നടക്കുന്ന സമയത്താകട്ടെ നിങ്ങൾക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോട്ടിവേഷൻ്റെ ആവശ്യമില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എനർജി ഡ്രെയിൻ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ബിക്കോസ് നിങ്ങൾ നിങ്ങളുടെ വഴിയിലൂടെ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ വഴിയിലൂടെ എങ്ങനെ നടക്കണം എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളുടെ ആത്മീയ തലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. പുറത്തുനിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള മോട്ടിവേഷൻ്റെ പുറത്ത് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നമ്മുടെ കാട്ടിക്കൂട്ടലുകൾക്ക് നമ്മൾ ചിലപ്പോൾ വലിയ എനർജി എടുത്ത് വലിയ സംഭവമായിട്ട് ചെയ്യുന്ന കാര്യം പക്ഷേ വളരെ ചെറിയ റിസൾട്ട് ആയിരിക്കും ഉണ്ടാകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കാണാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഓവർ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളുകളെ നിങ്ങളുടെ ചുറ്റിനും, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ആയി പോയിട്ടുണ്ടായിരിക്കും. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു, വലിയ ആഗ്രഹങ്ങൾ പറയുന്നു, വലിയ എനർജി ചിലവാക്കുന്നു, വലിയ ഔട്ട്ബേഴ്സ്റ്റുകൾ ഉണ്ടാക്കുന്നു. ബട്ട് ദ റിസൾട്ട് ഈസ് വെരി സ്മോൾ എന്നുള്ളതാണ്. വളരെ ചെറിയ റിസൾട്ടാണ് കിട്ടുന്നത്. എന്നാൽ വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, അലൈൻഡ് ആയിട്ടുള്ള മൂവ്മെൻറ്റുകൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. ചെറിയ മൂവ്മെൻറ്റ്സ്, യു ആർ വർക്കിംഗ് ഇൻ സൈലൻസ് ആൻഡ് യു ആർ ലെറ്റിംഗ് യുവർ സക്സസ് മേക്ക് ദ നോയ്സ്. അതായത് നിശബ്ദമായിട്ട്, കാമായിട്ട്, കൺസിസ്റ്റൻ്റ് ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവരുണ്ടാക്കുന്നതായിട്ടുള്ള റിസൾട്ട് എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിരിക്കും. അങ്ങനെ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ റിസൾട്ട് നൽകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ അലൈൻമെൻറ്റിൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് റൈറ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ വന്നു ചേരുമെന്നുള്ളതാണ്. നിങ്ങളുടെ വൈബ്രേഷൻ മാച്ചായിട്ടുള്ള വഴികളും ആളുകളും നിങ്ങളുടെ മുന്നിലേക്ക് വന്നു ചേരുകയാണ്. സോ എക്സ്റ്റേണൽ, പുറത്തുനിന്ന് കിട്ടുന്നതായിട്ടുള്ള മോട്ടിവേഷൻ അല്ല,
നമ്മൾ പ്രപഞ്ചവുമായിട്ട്, നമ്മുടെ ആത്മാവുമായിട്ട്, നമ്മുടെ കർമ്മവുമായിട്ട് അലൈൻമെൻറ്റിൽ പോകുന്ന സമയത്താണ് സൈലൻ്റ് ആയിട്ടിരുന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അല്ലാതെ ഒരുപാട് ബഹളം വെച്ചിട്ട് ചെറിയ റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടിയുള്ളതല്ല നമ്മുടെ ഈ ജീവിതം എന്ന് പറയുന്നത്. സോ ലുക്ക് വിത്തിൻ, ഉള്ളിലേക്ക് നോക്കുക, സ്വന്തം കർമ്മം തിരിച്ചറിയുക, ഇൻട്രോസ്പെക്റ്റ് ചെയ്യുക, റിഫ്ലക്റ്റ് ചെയ്യുക, വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക. വിജയം അത്തരത്തിലുള്ള വ്യക്തികളുടെ കുത്തകയാണ്. നമസ്തേ.